ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് പഴം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ? നമ്മുടെ ഉന്നക്കായുടെയും കായ്പോളയുടെയൊക്കെ ഒരു ബന്ധു എന്നൊക്കെ പറയാം നമ്മുടെ ഈ സ്നാക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പഴമാണ് കേട്ടോ. നല്ല പഴുത്ത പഴം എടുക്കാം, നല്ല മധുരമുള്ള ഒരു പഴം, അല്ലെങ്കിൽ ഒരു നല്ല വലിപ്പമുള്ള ഏത്തപ്പഴമാണെങ്കിൽ ഒരെണ്ണത്തിന് ആവശ്യം വരത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു രണ്ടെണ്ണം എടുക്കാം. എനിക്കിവിടെ ഇതൊരു ഒന്നരയോളം ആവശ്യം വന്നിട്ടുണ്ട്. അതിങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം കേട്ടോ. അതൊരു പ്ലേറ്റിലേക്ക് നമുക്കിങ്ങനെ കനം കുറച്ച് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇടയ്ക്ക് മുറിഞ്ഞു പോയാലൊരു പ്രശ്നമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ട, ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി, കൂടുതൽ ഒരു നുള്ളു ഉപ്പ്, ഒരു 2 ടീസ്പൂൺ പഞ്ചസാര, 2-3 ടീസ്പൂൺ ഇടാം കേട്ടോ. പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. മധുരം കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. അതുപോലെ ഏലക്കപ്പൊടിയും ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ, ഈ പഞ്ചസാര എടുത്ത അതേ സ്പൂണിന് 2 സ്പൂൺ മൈദയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് ലംസ് ഒന്നും ഇല്ലാത്ത നല്ലൊരു ബാറ്റർ റെഡിയാക്കിയിട്ട് അതവിടെ നിന്ന് മാറ്റി വയ്ക്കാം. ഇതിങ്ങനെ വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ട് അടിച്ചാൽ മതിയാവും കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അളവിന് വേണമെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം കൂട്ടുക. ഇനി ശേഷം ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പഴം, അത് 2 വശം ഒന്ന് മൊരിച്ചെടുക്കണം. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ മൊരിച്ചെടുക്കുക. ഇതൊട്ടും തന്നെ കരിഞ്ഞ് പോകാതെ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം 2 വശം ഒന്ന് മൊരിച്ചിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ്, എന്ത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിതിലേക്ക് കുറച്ച് കശുവണ്ടിയും കുറച്ച് കിസ്മിസും മാത്രമാണ് ചേർക്കുന്നത്. അതോടെ ചേർത്തിട്ട് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോലെ നല്ല ബ്രൗൺ കളറിലാവുന്നവരെ. എന്നിട്ട് അത് നമുക്ക് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ, ഇന്ന അളവൊന്നുമില്ല കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് നമുക്ക് തേങ്ങ. അന്നേരം നമുക്ക് ആവശ്യമുള്ളത്ര ഫില്ലിങ് എത്ര വേണമെന്നുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ തേങ്ങയെ ചെറിയതേ ചേർത്തിട്ടുള്ളൂ. ഈ തേങ്ങയുടെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഇതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ഇളക്കി, പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ ചെയ്യണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വാവട്ടം കുറഞ്ഞ പാനാണെങ്കിൽ അങ്ങനെ പറഞ്ഞ് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ ഭംഗി കേട്ടോ. എൻ്റെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ മറ്റേ നമ്മുടെ സോസ് പാൻ പോലത്തെ പാത്രം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനത്തെ ഉണ്ടെങ്കിൽ നമ്മുടെ സോസ് പാൻ ഇല്ലേ, അതുപോലെ വലുപ്പമുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിലാണ് നല്ല ഭംഗിയായിട്ട് നമുക്കൊരു കേക്ക് പോലെ ഇത് കിട്ടും. അപ്പോൾ അതിൽ വെക്കാനായിട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ മിക്സിലേക്ക് ഒരു ലേശം ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്, ഈ തേങ്ങയുടെ കൂട്ടിലേക്ക് കൂടെ. എന്നിട്ട് നമുക്കത് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതേ പാനിൽ തന്നെ എല്ലാ വശത്തേക്കും നെയ്യൊന്ന് നന്നായിട്ടൊന്ന് പൂശി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ സ്ലൈസസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അടിയിലേക്ക് ഒന്ന് അടുക്കി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് പരത്തി ഓരോരോ സ്ലൈസ് വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ ബാറ്റർ ഉണ്ടല്ലോ, ഈ മുട്ടയുടെ മിക്സ് അതിലേക്ക് എല്ലാ വശത്തേക്ക് എത്തുന്ന രീതിയിൽ ഒന്ന് ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ വിസ്ക് വെച്ചിട്ട് തന്നെ എല്ലായിടത്തേക്കും ഒന്ന് എത്തിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പകുതി ഇങ്ങനെ ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ എല്ലാ വശത്തും ഇതൊന്ന് ചെല്ലണമെന്നേ ഉള്ളൂ. എന്നിട്ട് ഇതൊന്ന് ചുറ്റിച്ച് കൊടുത്താലും മതിയാവും. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ തേങ്ങയുടെ മിക്സിൽ തേങ്ങയുടെ നട്ട്സിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ഒരു സ്പൂൺ വെച്ചിട്ടോ എല്ലാം ഒന്ന് പരത്തി കൊടുക്കുക. ഇങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം നമ്മുടെ ബാക്കി പഴത്തിൻ്റെ സ്ലൈസസ് ഇതിന് മുകളിൽ പിന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഏത്തപ്പഴമാണ് എടുത്തത്. എനിക്ക് അന്നേരം ഒരെണ്ണത്തിന് സ്ലൈസസ് തികയാതെ വന്നു. ഞാൻ 1.5 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊരു 2 ഇങ്ങനെ മുറിച്ചെടുത്തോളൂ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് വെറുതെ എടുത്ത് കഴിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പീസസ് എല്ലാം ഇതിന് മുകളിൽ നമുക്ക് ഈ ഗ്യാപ്പ് വരുന്നിടത്തെല്ലാം ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സ് ഇതിന് മുകളിലേക്ക് ഒഴിച്ച് എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ടോ തവി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് അത് എല്ലാ വശവും എത്തുന്ന രീതിയിൽ അതൊന്ന് ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കുക. എല്ലാ വശത്തും ഇതൊന്നും ചെല്ലണം എന്നേ ഉള്ളൂ. നമുക്കിത് ഇങ്ങനെ നമുക്കൊരു പോള പോലെ നമുക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാ വശത്തേക്കും ഒന്നിങ്ങനെ ഒന്ന് പൂശി കൊടുക്കുക. വളരെ എളുപ്പമുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വൈകിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു വെർഷനാണ്. നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് എണ്ണയിൽ പൊരിച്ചെടുക്കണ്ടേ. ഇതാകുമ്പോൾ ഒത്തിരി എണ്ണയൊന്നും ആവശ്യമില്ല. ഇത് എന്നിട്ടൊരു പാത്രം വെച്ച് അടയ്ക്കുക. എന്നിട്ട് ഒന്നുകിൽ തീരെ ചെറിയ തീയിൽ വെച്ചിട്ട് വേവിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു തട്ടിൻ്റെ മേളിൽ ഒരു പഴയ ഒരു തവയുടെ മുകളിലാണ് ഞാൻ വെച്ചത്. എന്നിട്ട് ഒരു 10 മിനിറ്റ് എനിക്ക് ലോ ഫ്ലെയിമിൽ ഞാൻ വേവിച്ചെടുത്തതിന് ശേഷം പാനിൻ്റെ മുകളിലേക്ക് തട്ടി 2 വശം ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇത് ചൂടോടെ തന്നെ കഴിക്കാം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇളക്കിയെടുത്തപ്പം ഇതിങ്ങനെ ഒരു കേക്ക് പോലെ വന്നിട്ടുണ്ട്. നമ്മൾ പോളയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം വളരെ ചെറിയൊരു അളവാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്, ഒത്തിരി വലിപ്പമുള്ളതൊന്നുമല്ല ഇത്. എങ്കിലും നമുക്ക് നല്ല ഫില്ലിംഗ് ആണ്. ഇതിലൊരു 2 പീസ് കഴിച്ചാൽ വയറ് നിറയും കേട്ടോ. ഇതിന് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ല ചൂടോടുകൂടി തന്നെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇച്ചിരിയും കൂടി തണുത്തിട്ടാണെങ്കിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങ് മുറിക്കുകയാണെങ്കിൽ ആവി വറുക്കാണ് ഇതിനകത്ത്. കണ്ടില്ലേ, ഫില്ലിക്കെല്ലാം നിറഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കുട്ടി ഒത്തിരി വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ പയ്യെ അതൊക്കെ ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.